ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ എന്നെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു കൃഷിയൊക്കെ ചൂട് കാരണം പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ഹെയർ ലോസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെയർ ലോസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കൊക്കെ ആയിട്ട് വരാമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് യാത്രകളും അതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അവൻ്റെ കുറേ വീഡിയോസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറേജൊക്കെ ലിമിറ്റഡ് ആയി കഴിയുമ്പോൾ എന്തായാലും അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ പിന്നെ വിചാരിച്ചു അത് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാമല്ലോ. അവനെ ഞാൻ ഇടയ്ക്കൊക്കെ സ്വപ്നമൊക്കെ കാണാറുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കും, എനിക്കെന്തോ ഭയങ്കര വിഷമമാണ്. പിന്നെ അവനുള്ള ആ ഒരു സമയം അതെനിക്ക് ഒത്തിരി എൻ്റെ ലൈഫിൽ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് തന്നിട്ടുള്ളതാണ്. ഒത്തിരി പ്രഷ്യസ് ആയിരുന്നു ആ ഒരു ടൈമൊക്കെ. ഒത്തിരി എന്നെ ഒത്തിരി ഹാപ്പി ആക്കാൻ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ ഇങ്ങനെ സ്വപ്നമൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ എനിക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ അത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്കറിയാം, അന്ന് ഞാൻ ആ പട്ടിക്കുട്ടിയുടെ ഒരു വീഡിയോസ് ഇട്ട സമയത്ത് കുറച്ച് പേര്, ഒരു 1-2 പേര് എന്നെ വളരെ ദാരുണമായിട്ട് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും, അവരുടെ ഇമോഷനാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കറിയാം, എനിക്ക് അവൻ പോയത് എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോന്ന് നമ്മുടെ ലൈഫിൽ ഓരോരോ ലോസ് ഉണ്ടാകുമ്പോൾ അത് വസ്തുവായാലും മനുഷ്യനായാലും എന്ത് ജീവിയായാലും എല്ലാം നമ്മളുമായിട്ട് ഒത്തിരി ടച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം. അപ്പോൾ എന്തായാലും അവൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങളെ ഇന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ അത്യാവശ്യം കുറേ മാടത്തെയും കരിയിലക്കിളിയൊക്കെ ഭയങ്കര ശബ്ദമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് അവരെ ഒന്ന് ഓടിച്ചിട്ട് വന്നിരിക്കുകയാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും സൗണ്ട് കേൾക്കാം. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയെ ഞാൻ ഒത്തിരിയേറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തി തരാനായിട്ടൊന്നും പറ്റത്തില്ല, കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സൈഡിൽ അവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്വപ്നമൊക്കെ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോഴും അവൻ്റെ വീഡിയോസ് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാത്തത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലോട്ട് ആ ഒരു പട്ടിക്കുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരും. അവൻ നിന്നിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും അവൻ കളിക്കുന്ന കുറേ സംഭവങ്ങളും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവനെ ഓർമ്മ വരും. അതുകൊണ്ട് അവൻ്റെ ഓരോ ഓർമ്മകളും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടേ ഇല്ല. പിന്നെ ഇതിന് മുന്നേ കേട്ടോ, ഒരു 5-6 വർഷം മുന്നേ നമ്മുടെ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അതിനെ പട്ടി കടിച്ചിട്ട് അതിനെ ഒരു പൊത്തിൽ കൊണ്ട് വെക്കുമായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ടൈമിലൊക്കെ അതിനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിനൊരു മുറിവുള്ളത് കൊണ്ട് മരുന്നൊക്കെ വെച്ചിട്ട് പോലും അതിനകത്ത് പുഴുവൊക്കെ കയറിയിട്ട് അതും ചത്തു പോവുമായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഓരോരോ ജീവികൾ നമ്മുടെ വീട്ടിൽ കയറി വരും, അവർ കുറച്ച് നാൾ നമ്മുടെ കൂടെ കാണും, അവർ പോവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവരുടെയൊക്കെ കൂടെയുള്ള കുറേ ഓർമ്മകളും ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരു മനസ്സിൽ എവിടെയോ ഒരു നല്ല ഒരു കുറേ സന്തോഷം തോന്നും. ഈ ഒരു സമയം ഇവിടെ പട്ടികളെയൊക്കെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഒരു ആൺപട്ടിയും പിന്നെ ഒരു തള്ളപ്പട്ടി അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ആൺപട്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഷൂ, 2-3 ഷൂ, പിന്നെ എൻ്റെ ചെരുപ്പ് ഇതൊക്കെ കടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരു 7 മണി 8 മണിയൊക്കെ ആയ സമയത്ത് ഈ പട്ടി അവൻ്റെ ഷൂ കൊണ്ട് റോഡിലൊക്കെ ഇട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടാണ് നമ്മളിന്ന് നോക്കിയപ്പോഴാണ് ഇവന് അതിൻ്റെ ലേസ് എല്ലാം പൊട്ടിച്ചിട്ട് ഒറ്റക്കിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ ഫുട്ബോൾ പോലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ ബ്രദർ അതിനെ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഓടിച്ചു. ഇപ്പോൾ നമ്മളതിനെ ഇങ്ങോട്ട് കയറ്റത്തില്ല. പക്ഷേ എന്നാലും അവൻ രാത്രിയിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് വെളിയിലിട്ടിരുന്നൊരു തോർത്ത് അതെല്ലാം കഷ്ണങ്ങളാക്കി ഇട്ടു. അങ്ങനെ ഇപ്പം നമ്മൾ അവനെ അങ്ങോട്ടൊന്ന് ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നി ഈ ഒരു ചൂട് സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, പട്ടിക്ക് എന്തെങ്കിലും ഹോർമോൺ വേരിയേഷനൊക്കെ ഉണ്ടാവാമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിത് തോന്നിയതാണ്. സാധാരണ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതിൻ്റെ പേവിഷ അല്ലെങ്കിൽ വൈറസൊക്കെ ഒത്തിരി കൂടുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ തള്ളപ്പട്ടി ഇവിടെ ഉണ്ട്, അവൾക്ക് നമ്മൾ എപ്പോഴും ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവളെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പട്ടിക്കുട്ടിയുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാമേ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ? ഇതാ, എഴുന്നേറ്റ് പാടാ, ഇങ്ങോട്ട് എഴുന്നേക്ക്. നമ്മളിവിടെ ഇവൻ്റെ അപ്പൂപ്പനും അവൻ്റെ മാമിമാരും ഒന്നും കയറാതിരിക്കാൻ വെച്ചതാണ് ഇവിടെ.
ഇതും ഇവൻ്റെ ബന്ധക്കാർ ചെയ്തു വെച്ച പണിയാണേ. ഈ മാറ്റെല്ലാം പട്ടി വലിച്ചു കീറും. സിറ്റ് ഔട്ടിലൊക്കെയാണ് ഈ പട്ടികളെല്ലാം കീറി കിടക്കുന്നത്. ഇറങ്ങി വാ, ബാ ബാ ബാ. അവിടെ ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാവേ. ആ ഒരു സ്റ്റെപ്പിൻ്റെ കളറാണ്. ആ വണ്ടിയുടെ അവിടെ ആയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടോ, അത് ഇവൻ്റെ അമ്മയാണ്. ഒന്നും അറിയാത്ത പോലുള്ള ഇരിപ്പ് കണ്ടില്ലേ. ഇവിടെ എന്തുവിടെ പരിപാടി? ഓഹോ, മലന്ന് കിടപ്പാണോ? ഇറങ്ങി വരുന്നില്ലേ കുട്ടി? ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ടിറങ്ങി വരൂ. ഇറങ്ങിപ്പോയാലും നിന്നെ ഒന്ന് കാണിക്കട്ടെ, എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, നോക്കടാ. എവിടെ പോവാ? ഇത് പൊട്ടെന്ന് കാണിച്ചേ, കാണിച്ചേ. ഹായ്, സുന്ദരനായല്ലോ, സുന്ദരനായല്ലോ. എവിടെ പോവാ? വേണ്ടേ ഇങ്ങോട്ട് വരാനെന്ന്. ഇവൻ്റെ അമ്മപ്പെട്ടി വെളുപ്പിനെ പോകുന്നതാണ്. പിന്നെ ഈ സമയത്ത് വന്ന് കിടക്കുന്നത് ഇവൻ്റെ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്താ ഒരു സുഖം, കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ. ആ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ഒരു ചിന്തയില്ല. ഇവൻ ഈ വരുന്ന വരവ് കണ്ടോ, പാലൊക്കെ കുടിച്ചിട്ട് വരുന്നതാണേ. അമ്മ എന്തിയേ? അമ്മ നിന്നെ വിട്ടിട്ട് ഓടിപ്പോയി. അമ്മ എടുത്തോട്ട് പൊക്കോ. എന്തിയാ അമ്മ? തള്ളപ്പട്ടി അങ്ങ് റോഡിൽ കയറി പോയാൽ ഇവൻ അതിൻ്റെ കൂടെ പോത്തൊന്നുമില്ലേ, ഇങ്ങനെ വരും. ഇതാണ് അവൻ്റെ വീടെന്നുള്ള വിചാരമാണ്. ഞാൻ ഈ ക്യാമറയും പിടിച്ച് അവൻ്റെ പുറകിന് നടക്കുന്നത് മൂപ്പർക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവനീ പോകുന്നത്. ആകെ മൊത്തം കൺഫ്യൂഷൻ. ഇനി എന്നാൽ ഇങ്ങോട്ട് കയറിപ്പോവാം. അവിടെ അങ്ങിരുന്നു. അപ്പോഴും അവൾ വരുന്നു ക്യാമറയും കൊണ്ട്. പക്ഷേ ഈ പെണ്ണിനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ. റോഡിലോട്ടും കയറാൻ പറ്റത്തില്ല. ഇവളെന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോരാം. ഇവിടെ കാലിന് 2 കടി കൊടുക്കാം. നില്ലടി അവിടെ. എന്നാൽ ഇനി ഇതിൻ്റെ പുറത്ത് കയറാം. ഇവിടെ ആകുമ്പോൾ ഒളിച്ചിരിക്കാം. പക്ഷേ ഈ പെണ്ണങ്ങോട്ട് പോകുന്നില്ലല്ലോ. എവിടെ വന്നാലും എൻ്റെ പുറകിന് തന്നെ ഉണ്ട്. സമാധാനമായിട്ടൊന്നും ഇരിക്കാനും പറ്റത്തില്ല. ഇറങ്ങടാ അവിടുന്ന്. എടി പോടി, ഞാൻ അവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇവളെ കൊണ്ട് ഇത് എന്തൊരു ശല്യവാ. ഇവിടെ ശല്യം കാരണം ഞാൻ ഇതിനിടയ്ക്ക് കയറിയത്. അവൾ വീണ്ടും വരുന്നു ക്യാമറയും കൊണ്ട്. ചെടിയെല്ലാം പറിച്ചു കളഞ്ഞു. ഈ ചൈനീസ് ബോൾസും ഒക്കെ കണ്ടോ, ഇതെല്ലാം അവൻ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് വലിച്ച് പറിച്ചെടുത്ത് കളഞ്ഞതാണ്. അമ്മ ദിവസം വൈകുന്നേരം ഇവനുമായിട്ട് അടിയാണ്. വൈകുന്നേരം തൂക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും കരിയിലൊക്കെ വരുന്ന ചാക്കിനകത്ത് കയറുന്ന കുറേ പിടിയാണ്. പിന്നെ വലിച്ചോണ്ട് അമ്മ അങ്ങ് കൊണ്ടുപോകും. ഇപ്പം ചെടിച്ചട്ടിയൊക്കെ പിന്നെ നമ്മൾ ഇവൻ്റെ ശല്യം കാരണം ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചതാ. പക്ഷെ ഇവിടെയും വന്ന് ശല്യമാണ്. നോക്കിക്കേ, ഇങ്ങോട്ടിറങ്ങി വന്നേ, ഇങ്ങോട്ടിറങ്ങി വന്നേടാ. ഇത് തപസ്സിരിക്കുന്നു. ഇനി നമുക്ക് അവൻ്റെ സർക്കസ് കാണാം. കണ്ടോ, ഞാൻ എവിടെയെങ്കിലും നിന്ന് വിളിച്ചാൽ മതി, അവൻ ഓടി ഇങ്ങി വരുവേ. നുഴഞ്ഞേറി വന്നതാണേ. ഇതിന് ശരിക്കും ചെറുതായിട്ട് ഇക്കിള് വരുന്നതുണ്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് രാവിലെ പാലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തികട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെടിച്ചട്ടിയുടെ അവിടോട്ട് പോരുന്നത് എനിക്ക് തോന്നുന്നു മോഷൻ പാസ് ചെയ്യാനായിട്ടെങ്ങാണ്ടായിരുന്നു. കാരണം കുറേ കഴിഞ്ഞ സമയത്ത് ഇപ്പം ഞാൻ അതിന് ചൂടൊക്കെ ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ കണ്ടോ, അവനവിടെ ഇരുന്നൊക്കെ തരുന്നുണ്ടോ. ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ അവന് നല്ല അനുസരണയായിരുന്നേ. കണ്ടോ, ഞാൻ അതെന്തൊക്കെ ചെയ്തിട്ടും അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവനെന്തോ എന്നോടൊരു ഭയങ്കര സ്നേഹമായിരുന്നു. ഈ കണ്ണ് വെക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്.
അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഒരു പട്ടിക്കുട്ടിയുടെ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്. കാരണം ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ന് വന്നോ അന്ന് തൊട്ട് ഇതിന് വയ്യാതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിരുന്നല്ലോ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ആ ഒരു സമയത്ത് നല്ല തടിച്ച് കൊഴുത്ത് നല്ല ഇരുന്നൊരു പട്ടിയാണ്. ഇപ്പോൾ കണ്ടോ അതിൻ്റെ വയറൊക്കെ ചൊട്ടി വല്ലാതായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന ശേഷം ഇതിനെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം വിളിക്കുകയും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ കാണുമ്പോഴൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനെ കൊഞ്ചിക്കുകയൊക്കെ ഇങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ അതിന് ഇതുപോലൊക്കെ തന്നെയുള്ള ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ എപ്പോഴും എനിക്കത് മനസ്സിലായപ്പോൾ തന്നെ ഞാനതിനെ ബാക്കിലൊക്കെ കൊണ്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഈ ഒരു തള്ളപ്പട്ടിയും മറ്റേ ഈ നമ്മളെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദിവസവും രാവിലെ റോഡിലോട്ട് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ റോഡിലോട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വയറ്റിൽ നിന്ന് ലൂസ് മോഷനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരിടം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നീടുള്ള അവസ്ഥയാണിത്. ടുട്ടുമോനെ ടുട്ടുമോനെ ടുട്ടുമോനാകെ കുറച്ച് ശ്വാസം മാത്രമുണ്ട്. കണ്ണൊന്നും അങ്ങനെ വലുതായിട്ട് തുറക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ അറിയാം. ഞാൻ ഈ ഒരു മരുന്നാണേ കൊടുത്തത്. കണ്ടോ, ഇത് ഞാൻ ഒരു 3 തുള്ളി വെച്ച് കൊടുക്കാൻ അവർ പറഞ്ഞു. അങ്ങനെ കൊടുത്തേക്കുവാണ്. ഇപ്പോൾ ഒരു മഴയൊക്കെ നനഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചൂടൊക്കെ ഒന്ന് കൊടുത്ത് തുണിയൊക്കെ ഒന്ന് വെച്ച് പുതപ്പിച്ചിട്ട് കിടക്കുവാണ്. മുമ്പേ ഒക്കെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അന്നേരം അതിന് മുന്നേ ഒക്കെ അതൊന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും ശബ്ദവും ഇല്ല. പല്ലൊക്കെ കടിച്ച് പിടിച്ചൊക്കെ കിടക്കുവാണ്. എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതിന് ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ശ്വാസമുണ്ട്. മോനെ ടുട്ടുകുട്ടാ, ടുട്ടുമോനെ കണ്ണ് തുറന്നേടാ. കണ്ടോ, ചെറുതായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്. അതായത് അവർ പറഞ്ഞത് വിരയുടെ എന്തെങ്കിലും പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്കിപ്പോൾ അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു ലോക്കലായിട്ട് കിട്ടിയിട്ടുള്ള പട്ടിക്കുട്ടിയെ നമ്മൾ വാക്സിനേഷനോ അങ്ങനെയൊന്നും എടുത്തതല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു, ഒന്ന് കെയർ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് വൈകുന്നേരം വേറെ ഒരിടത്ത് വരെ പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴാണ് ഇവനെ നമ്മൾ വേറൊരു സ്ഥലത്ത് കിടത്തിയതാണ്. പക്ഷേ അവനെ കുറച്ച് മഴയൊക്കെ നനഞ്ഞു. നല്ല മഴയായിരുന്നു ഇവിടെ വൈകുന്നേരം. അപ്പോഴേക്കും ഞാൻ എടുത്തിട്ട് വന്നിട്ട് തുടച്ചെല്ലാം ഒന്ന് വൃത്തിയാക്കി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവനെന്തോ വയ്യാതായിട്ടുണ്ട്. ഒട്ടും സംസാരിക്കുന്നുമില്ല, കണ്ണൊന്നും അങ്ങനെ തുറക്കുന്നുമില്ല. ചെറുതായിട്ടൊന്ന് തുറക്കും. തള്ളപ്പട്ടി അതിനെ ഉപേക്ഷിച്ചതുപോലെയാണ് കേട്ടോ. എന്താവുമെന്ന് ഇനി രാവിലെ നോക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടോട്ട് ഒന്ന് നനവൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇവിടോട്ടൊന്ന് വെച്ചതാണ്. പുറത്ത് നല്ല മഴയാണ്. ഇനിയിപ്പം രാത്രിയിൽ എന്തായാലും നമ്മൾ വീട്ടിനുള്ളിൽ അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടത്തണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുറത്ത് ഇട്ടാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഇപ്പോൾ രാത്രിയിൽ എന്തായാലും വീട്ടിനകത്ത് എവിടെയെങ്കിലും ഇതിനെ ഒന്ന് സേഫ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. ടുട്ടുകുട്ടാ, 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 ഇങ്ങോട്ട് നോക്കിക്കേ. നോക്ക്, കണ്ണു തുറന്നേ.